ഹായ് കൂട്ടുകാരെ, എനിക്ക് കുറച്ച് പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറി വെച്ചാലോ? എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അവരെനിക്ക് കുറച്ച് മാങ്ങ കൊണ്ട് തന്നു. അത് നമുക്ക് അച്ചാറിടാം. മാങ്ങ ഞാൻ നന്നായി കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് അത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം 6 മണിക്കൂറായി ഞാൻ മാങ്ങ അരിഞ്ഞ് കല്ലുപ്പ് ചേർത്ത് വെച്ചിരുന്നു. അതിനാവശ്യമായ അല്പം കടുക് പൊടിച്ചെടുത്തത്, കടുക് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുക്കണം. ഉലുവ വറുത്ത് പൊടിച്ചത്, കുറച്ച് കറിവേപ്പില, അല്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കായം, നല്ലെണ്ണ. ഇനി നമുക്ക് അതിനാവശ്യമായത് മുളക് പൊടി. അതെൻ്റെ കൈവശമുണ്ട്. ഞാനത് ഇവിടെ എടുത്തു വച്ചിട്ടില്ല. മുളക് പൊടിയുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചാറിടാൻ നല്ലെണ്ണ വേണം ഉപയോഗിക്കാൻ. ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഞാൻ നന്നായി അല്പവും ഈർപ്പമില്ലാതെ തുളച്ചെടുത്ത ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് മാങ്ങയിൽ നിന്നും ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്ത് ഉലുവയും കടുക് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പം വിനാഗിരി ചേർത്ത് കൊടുത്തു. നന്നായി തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. എൻ്റെ മോന് മാങ്ങാച്ചാറിടുമ്പോൾ നന്നായിട്ട് ഗ്രേവി വേണം. അവൻ ഗ്രേവി ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അവരവർക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഞാൻ ചേർക്കുന്നത് അല്പം കായപ്പൊടിയാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് നന്നായിട്ട് ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കരുത്. തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യണം. മാങ്ങ വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. മറ്റേത് ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റിനിരിക്കും. ഈ ഒരു പരുവമാണ് എൻ്റെ മോനിഷ്ടം. ഞാൻ അതനുസരിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ കൂട്ടുകാരെ.